ബാഹുബലിയിൽ യുദ്ധത്തിന് മുമ്പെയുള്ള പട്ടിഷോ രംഗത്ത് ബാഹുബലിയുടെ പോത്തിനെ വെട്ടി ആളാവാൻ വേണ്ടി ഒരെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബാഹുബലി പോത്തിനെ വെട്ടാൻ സമ്മതിച്ചില്ല. ബാഹുബലിയുടെ പോത്തിനെ വെട്ടിയത് ഞാനാണെന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വീമ്പിളക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെ മുമ്പിലും അപമാനിതനാകേണ്ടി വന്നു. ആ വിഷമം സഹിക്കവയ്യാതെ ജീവാഹൂതി ചെയ്യാൻ വേണ്ടി അദ്ദേഹം വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടി. പക്ഷെ പതിവ് പോലെ കാട്ടിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ രക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം അവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അതേ ബാഹുബലിയുടെ മകനെ വെള്ളം കുടിച്ച് ചാവാതെ രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന് കാലം കാത്തുവച്ച നിയോഗം. തിരുപ്പാച്ചി എന്ന സിനിമയിലെ ടെറർ വില്ലനാണ് പട്ടാസ് ബാല്. ഇയാൾക്കിത് ആരോ അറിഞ്ഞിട്ട പേരാണെന്ന് തോന്നുന്നു. ഈ സിനിമയിലെ ഒരു സീനിൽ ദളപതി വിജയ് ഫോണിന്റെ റിസീവറിന്റെ അടുത്ത് അമിട്ട് വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ആ ശബ്ദം മറ്റേ ഫോണിലൂടെ കേട്ട പട്ടാസ് ബാലി പേടിച്ച് ഞെട്ടി താഴെ വീണ് ചെവിയുടെ ഡയഫ്രം എല്ലാം പൊട്ടി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഫോണിൽ കൂടി കേട്ടപ്പോ ഇങ്ങനെ നേരിട്ടെങ്ങാനുമാണ് ഒരു ഓലപ്പടക്കം ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് വീണ് പൊട്ടിയിരുന്നെങ്കിൽ ഇയാൾ ചങ്ക് പൊട്ടി ചത്തേനെ. പേര് ടെറർ വില്ലൻ പട്ടാസ് ബാല്. അനുരാഗ കൊട്ടാരം എന്ന സിനിമയിൽ ദിലീപ് കോളേജിൽ വെച്ച് പട്ടിഷോ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴതാ സ്ത്രീ സംരക്ഷകനായ ഒരു ആങ്ങള അവിടെ ജനിക്കുകയാണ്. പക്ഷേ ഞരമ്പ് വലിഞ്ഞു നിന്ന ആങ്ങളയ്ക്ക് പറ്റിയത് അടുത്തൊരെണ്ണം തലനാരഴയ്ക്ക് പോയത് കണ്ടിട്ട് ഇനിയും കൈവാക്കിൽ നിന്ന് കഴിഞ്ഞാൽ തന്റെ പണി പാളും എന്ന് മനസ്സിലാക്കിയ ആങ്ങള നൈസായിട്ട് ബാക്കിലോട്ട് വലിഞ്ഞിട്ട് കൂട്ടുകാരന്മാർക്കെല്ലാം ഇടിമേടിച്ചു കൊടുക്കുന്നു. എല്ലാരെയും മൂട്ടിവിട്ട ശേഷം എല്ലാവർക്കും ഇടിമേടിച്ചു കൊടുക്കുന്ന ഒരു ചങ്ക് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും. അവന് തയ്ച്ചു കൊടുത്തോളൂ. രാവണക്കൊട്ടം എന്ന സിനിമയിൽ ഒരമ്മച്ചിയും ഒരു പെണ്ണും പിള്ളയും ഓഫായിരിക്കുന്ന TV നോക്കി എന്തോ കണ്ടു ചിരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് പലതരം സൈക്കോകളെ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബം മൊത്തം സൈക്കോ ആയിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ധനുഷിന്റെ വേങ്കൈ എന്ന സിനിമയിൽ ധനുഷ് കുറച്ച് ഗുണ്ടകളെ കൊത്തിക്കളയ്ക്കുന്ന സമയത്ത് പാമ്പ് എലിയെ പിടിക്കുന്ന ഗെയിമുള്ള 1100 എന്ന ഫോൺ വെച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ചാളുവാ ചവളനെ കാണാൻ സാധിക്കും. ബിഗിൽ എന്ന സിനിമയിൽ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് സീനുണ്ട്. ഈ സീനിൽ രായപ്പണ്ണൻ അവിടെ നിൽക്കുന്ന ഗുണ്ടകളെയൊക്കെ വെട്ടുകയും കുത്തുകയും കഴുത്തറത്ത് കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ടകളൊക്കെ കൊരവള്ളി വരെ അറുത്തു പോയവന്മാർ വരെ പൊടിയും തട്ടി അഴിച്ചു പോകുന്നതായിട്ട് കാണാം. എന്നിട്ട് ഒരു വെട്ട് കിട്ടാത്തവന്മാർ മാത്രം അവിടെ സ്തംഭിച്ചു നിൽക്കുന്നു. സാധാരണ തമിഴ് സിനിമകളിൽ നായകനാണ് എത്ര വെട്ട് കിട്ടിയാലും വെടികൊണ്ടാലും മരിക്കാതെ അഴിച്ചു വരുന്നത്. എന്നാൽ ഈ സിനിമയിൽ വില്ലന്മാരൊക്കെ വെട്ടുകൊണ്ടിട്ട് ജീവനോടിരിക്കുകയും രായപ്പണ്ണൻ വെട്ടുകൊണ്ട് മരിക്കുകയും ചെയ്യുന്നു. ഗ്ലാഡിയേറ്റർ എന്ന സിനിമയിൽ പുരാതന റോമൻ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് മുലക്കച്ച കെട്ടുന്നത്ര പൊക്കത്തിൽ കയറ്റിയിട്ട പാന്റും ഒരു ടീഷർട്ടും ധരിച്ച് ക്യാമറയിൽ തൂങ്ങി നിൽക്കുന്ന ഒരു അപ്പൂപ്പനെ കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും സീറ്റഡ്ജിൽ ഇരുന്ന് കണ്ട രംഗമായിരുന്നു ജുറാസിക് പാർക്ക് എന്ന സിനിമയിലെ ഈ കിച്ചൺ രംഗം. പക്ഷേ ദിനോസറുകൾ കിച്ചണിലേക്ക് വരുന്ന ഈ രംഗം ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതോ ഒരു നത്തുറിഞ്ചി ദിനോസറുകളെ റൂമിലേക്ക് തള്ളിവിടുന്നത് കാണാം. എന്തായാലും ഈ പാവപ്പെട്ട പൈലുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ദിനോസറുകളെ പിന്താങ്ങി കുന്തിത്തള്ളി വിട്ട യവൻ ചെയ്തത് ഒരു അർമ്പാദമില്ലാത്ത കൃത്യമായി പേടെ. രാജ്കോട്ടിൽ സിക്കന്ദർ എന്ന പേരുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഒരു ദിവസം രാജാവ് മുംബൈയിലേക്ക് വന്നു. ടാക്സി വിളിച്ചപ്പോൾ ടാക്സിക്കാരന്റെ ചളിയടിയിൽ ആകൃഷ്ടനായ രാജാവ് ഒരു വലിയ തുക പാരിതോഷികമായി ടാക്സി ഡ്രൈവർക്ക് കൊടുക്കുകയുണ്ടായി. തനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ സംതൃപ്തനായ ടാക്സി ഡ്രൈവർ ഒരു തോഴനായി ഒരു ഭൃത്യനായി ഉടനീളം രാജാവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാജാവിനൊപ്പം കൂടിയതുകൊണ്ട് തന്നെ ആ തുക അയാൾക്ക് ചെലവഴിക്കേണ്ടതായി വന്നിരുന്നില്ല. അങ്ങനെ ഒരു പക്ഷേ ചെലവാക്കിയിരുന്നെങ്കിൽ രാജാവ് കൊടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടുകളല്ല, പകരം കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടുകളാണെന്ന് ആ പാവപ്പെട്ടവൻ തിരിച്ചറിഞ്ഞു. റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ പട്ടാളക്കാരെ കളിയാക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട സിനിമയാണ് മമ്മൂക്കയുടെ പട്ടാളം. ഈ സിനിമയിലെ മറ്റൊരു വിഷയം എന്തെന്നാൽ ഇതിൽ എൻകൗണ്ടർ സീനുകൾ വരുമ്പോൾ
സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന പട്ടാളക്കാരുടെ ദീപാവലി തോക്കുകളിൽ നിന്ന് മാത്രമേ വെടിപൊട്ടുന്നുള്ളൂ. മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് പട്ടാളക്കാരൊക്കെ വെടിവെക്കാതെ തോക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തീവ്രവാദികളുടെ കൈകളിൽ തീരുകയാണ്. ഹലോ മമ്മി എന്ന സിനിമയിൽ വിവാഹത്തിന് മുമ്പ് ഷറഫുദ്ദീനോട് ഐശ്വര്യലക്ഷ്മി വാട്സാപ്പ് ചാറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാതെ പിണങ്ങിയിരിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വിളിച്ചു, മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. ഈ സിനിമയിൽ ഐശ്വര്യലക്ഷ്മിയുടെ അച്ഛനാണ് ജഗദീഷ്. കല്യാണത്തിന് മുമ്പേ തന്നെ പെറ്റ തന്റെ കളത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് ജിഫ് അയച്ച അവന്റെ അടുത്ത് പിണങ്ങാതെ പിന്നെ ഉമ്മം വയ്ക്കോള്. അന്യൻ എന്ന സിനിമയിൽ അമ്പിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതുപോലെ മറ്റൊരാൾക്ക് മൾട്ടിപ്പിൾ ഫിസിക്കൽ ഡിസോർഡറും കൂടിയുണ്ട്. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അണ്ണൻ ഷോക്ക് അടിച്ചു കഴിയുമ്പോൾ മറ്റൊരാളായി മാറുന്നുണ്ട്. താനാരാടോ താനേതാടോ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഡോക്ടർ സണ്ണി ഒരു മണ്ടനാണ്. എടാ മാക്കാൻ ചൂപ്പി, ഒരുപാട് പേര് ആഴത്തിൽ വിശകലനം ചെയ്ത് പ്രബന്ധം വരെ എഴുതി തയ്യാറാക്കിയ ലോക ക്ലാസിക്കാണ് മണിച്ചിത്രത്താഴ്. അതിലെങ്ങാനും തൊട്ടാ നിന്റെ മുഴുവൻ കേൾക്കൂ സഹോദരൻ. എന്നാ പണ നട്ടപ്പാതിരാക്കി വട്ടളയി തെക്കിനിയിൽ കയറിയ ഗംഗ പറഞ്ഞത് വിശ്വസിച്ചാണ് ദുർഗാഷ്ടമിക്കാണ് കാരണവരെ കൊല്ലാൻ വേണ്ടി നാഗവല്ലി ഇരിക്കുന്നതെന്ന് ഡോക്ടർ സണ്ണി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ദിവസം എത്തുന്നതിന് മുമ്പേ തന്നെ ഗംഗ നകുലനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നുണ്ട്. അതും ഡോക്ടർ സണ്ണി തന്റെ കഴിവ് കൊണ്ട് കണ്ടുപിടിച്ചതല്ല, അവിചാരിതമായി കണ്ടത് മാത്രമാണ്. വലിയ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സണ്ണി തന്റെ കൂട്ടുകാരൻ ഏത് നിമിഷവും മരണപ്പെടാം എന്നുള്ള സ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ വിവരം നകുലനോട് പറഞ്ഞില്ല. നകുലൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഗംഗ തലയിൽ അമ്മിക്കല്ലിടിച്ച് കൊല്ലാത്തത് നകുലൻ ചെയ്ത മുൻജന്മ സുഹൃതമാണ് എന്നതാണ് ഇന്നേ ദിവസത്തെ ചുരുളയിഞ്ഞ രഹസ്യം. കഴിഞ്ഞ എടാ മണ്ട കൊണാപ്പി, ആ സമയത്താണ് ഡോക്ടർ സണ്ണി ശ്രീദേവിയെ പൂട്ടിയിടാൻ പറഞ്ഞത്. ശ്രീദേവിയുടെ തലയിൽ വയ്ക്കാനാണ് ഗംഗ ഇതിരുന്നത്. ശ്രീദേവി ലോക്കായപ്പോഴേക്കും പിന്നെ കുറ്റകൃത്യം നടക്കൂല എന്ന് ഡോക്ടർ സണ്ണിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആ സാഹചര്യത്തിലാണെങ്കിലും നകുലൻ അലേർട്ടായിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പറയാമായിരുന്നല്ലോ. നകുലൻ ഉറങ്ങുന്ന ടൈം, ഉണരുന്ന ടൈം, ഡീപ് സ്ലീപ്പിൽ പോണത് എല്ലാ കാര്യങ്ങളും ഗംഗയ്ക്ക് അറിയാമെന്ന് ഡോക്ടർ സണ്ണി പറയാനുണ്ടല്ലാടേ. അപ്പം നകുലൻ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി എന്നുള്ളത് എളുപ്പത്തിൽ ഗംഗ പൊക്കും. അങ്ങനെ ഗംഗയ്ക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗംഗ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും റിയാക്ട് ചെയ്യും. കാരണം ഗംഗയുടെ ഈ ഒരു വിഷയം പുറം ലോകം അറിയരുത്, ഈ അസുഖം പുറം ലോകം അറിയരുതെന്ന് ഗംഗയ്ക്കുണ്ട്. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വിഷത്തിന്റെ പ്ലാൻ ചീറ്റിയ സമയത്ത് ഗംഗ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ നകുലനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അറിയുമല്ലോ. ഇവിടെ മറക്കട ഏതല്ലട ഇത്ര നേരം പറഞ്ഞു കൊടുത്തത് ഗംഗയ്ക്ക് ഗംഗയുടെ അസുഖം പുറത്തറിയാൻ ഇഷ്ടമല്ല എന്നുള്ളത്. അങ്ങനെ വിഷം കൊടുത്തത് ഗംഗയാണെന്ന് പുറംലോകം അറിഞ്ഞെന്ന് വിചാരിച്ച പോയിന്റിൽ ആ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ വലുതായിട്ട് വന്നതുകൊണ്ടാണ് അപ്പം തന്നെ ആൾക്കാർ മുമ്പേ ആണെന്ന് പോലും നോക്കാതെ അവൾ നകുലനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അപ്പം ഇത് പുറത്തറിഞ്ഞിട്ടില്ല, അത് ശ്രീദേവിയുടെ തലയിലായെന്ന് ഗംഗയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് ഡോക്ടർ സണ്ണി പറഞ്ഞത്. ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് ഡോക്ടർ സണ്ണി പറഞ്ഞതുകൊണ്ടാണ് ഗംഗ അപ്പം കൊല്ലാതെ പഴയതുപോലെ മാറിയത്. മനസ്സിലായ? പക്ഷെ അവിടെ പാളിപ്പോയി. ഗംഗ നകുലന്റെ 2 മീറ്റർ അപ്പുറത്തെത്തിയപ്പോൾ തന്നെ സണ്ണി ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സണ്ണി മനഃശാസ്ത്രജ്ഞനായതുകൊണ്ട് ഗംഗയുടെ എക്സ്പ്രഷൻ കണ്ട് ഗംഗ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞതാണെങ്കിൽ പോലും സണ്ണി ഗംഗയുടെ പുറകുവശത്തായിരുന്നു. എടാ അത് പിന്നെ അങ്ങനെ അത് എന്നാ പിന്നെ മറ്റൊന്നും കൂടി പറ. എന്ത്? ഗംഗ അവിടെ ഉള്ളപ്പോൾ ആരാണ് പൊട്ടിച്ചതെന്നും തെക്കിനിയിൽ ഡോക്ടർ സണ്ണി പൂട്ടിയിട്ട ഗംഗ എങ്ങനെ വെളിയിൽ വന്നെന്നും.